എന്നാ ഞാനൊരു സംശയം ചോദിക്കട്ടെ? ഒരു ചേട്ടൻ അനിയത്തിയോട് ചോദിക്കാൻ പാടില്ലാത്ത കാര്യമാണ്. എന്നാലും എനിക്ക് ചോദിക്കാൻ നീയല്ലേ ഉള്ളൂ. ധൈര്യമായിട്ട് ചോദിക്കേ. ഒരു പെൺകുട്ടിയെ ഇംപ്രസ് ചെയ്യാൻ എന്തെങ്കിലും എളുപ്പ വഴിയുണ്ടോ? നിനക്കിപ്പോ ഏത് പെൺകുട്ടിയെ ഇംപ്രസ് ചെയ്യിക്കണ്ടേ? അയ്യോ എനിക്കല്ല, അത് പിന്നെ മോഹന്. മോഹൻ ചേട്ടൻ ഏത് പെൺകുട്ടിയെ ഇംപ്രസ് ചെയ്യിക്കണ്ടേ? ഗാർമെന്റ്സിൽ പുതിയതായിട്ട് ഒരു പെൺകുട്ടി വന്നിട്ടുണ്ടേ. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്ന് പറയാറില്ലേ, അത് തന്നെ സംഭവിച്ചത്. കണ്ട നിമിഷം തന്നെ അവൻ അവളെ ബോധിച്ചു പോയി. മോഹൻ ചേട്ടന് വേണ്ടിയാണെങ്കിൽ പെൺകുട്ടികളെ വളയ്ക്കാനുള്ള 3-4 ടിപ്സ്. അത് നിന്നോടെന്തിനാ പറയുന്നേ? മോഹൻ ചേട്ടനോട് പറഞ്ഞാ പോരെ? നീ മോഹൻ ചേട്ടനെ വിളിച്ചിട്ട് ഫോൺ എനിക്കിതാ, ഞാൻ പറഞ്ഞു കൊടുത്തോളാം. അത് വേണ്ട. അതെന്താ? ഈ ഫംഗ്ഷൻ ഹാളിന്റെ ഡെക്കറേഷനും മറ്റുമൊക്കെ മോഹനെയാ ഞങ്ങളുടെ MD ഏൽപ്പിച്ചിരിക്കുന്നത്. അവൻ അതിന്റെ തിരക്കിലായിരിക്കും. ഈ സമയത്ത് വിളിച്ചാ അവൻ ഫോൺ എടുക്കത്തില്ല. നീ എനിക്ക് പറഞ്ഞു തന്നാ മതി, അത് ഞാൻ അവന് പറഞ്ഞു കൊടുത്തോളാം. എന്നാ ശ്രദ്ധിച്ചു കേട്ടോ. 3-4 ടിപ്സ് ഞാൻ പറഞ്ഞു തരാന്ന് പറഞ്ഞത് വെറുതെയാ. പെൺകുട്ടികളുടെ മനസ്സിൽ കയറി പറ്റാൻ എളുപ്പ വഴികളേ ഇല്ല. അതാണ് എനിക്ക് തരാനുള്ള ഒരേ ഒരു ടിപ്പ്. മനസ്സിൽ കയറി പറ്റാനൊന്നും കഴിയില്ല, അത് നാച്ചുറലായിട്ട് സംഭവിക്കണം. അതിന് സൗന്ദര്യവും കാശും പണവും ഒന്നും പ്രശ്നമല്ല. മാന്യനായിരിക്കണം, നല്ല അന്തസ്സുള്ള പെരുമാറ്റമായിരിക്കണം. അങ്ങനെയുള്ള ആൺകുട്ടികളോട് പെൺകുട്ടികൾക്ക് അടുപ്പം തോന്നും. അത് പ്രണയമായി മാറിക്കൂടാന്നില്ല. അതല്ലാതെ മറ്റൊരു വഴിയുമില്ല എന്റെ പൊന്നേട്ടാ. ഡ്രസ്സിങ്ങിലൊന്നും ഒരു കാര്യമില്ല, പെരുമാറ്റം ഡീസന്റ് ആയിരിക്കണം. എന്റെ പെരുമാറ്റത്തിൽ എന്താ കുഴപ്പം? ഈ ഗന്ധർവനെ പാറുവിനും ബോധിക്കും.